സാധുക്കളാണ് പ്രവാസികളെ കുറിച്ച് തെറ്റിദ്ധാരണ മനസ്സിന്റെ കത്ത് വെച്ച് പുലർത്തുന്നവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എല്ലാ പ്രവാസികളും ആദ്യമായി ഗൾഫിലേക്ക് പോകുന്നവരെന്തിനാ? ഭാര്യ പറയും നിക്കാ 2 കൊല്ലം നിന്നാ മതി. ഉമ്മ പറയുന്നു എന്റെ പൊന്നുമോനെ നിന്നെ കാണാതിരിക്കാൻ കഴിയൂല, 1 കൊല്ലം നിന്നാ മതി. ഒരു 10 സെന്റ് വസ്തു വാങ്ങണ്ടേ, ഒരു ചെറിയ വീട് വെക്കണ്ടേ, ആ ഒരു ചെറിയ വീടിന്റെ ഒന്ന് വാർത്തെടുക്കണ്ടേ, അടുക്കളയൊന്ന് കെട്ടണ്ടേ, അതിനപ്പുറത്തേക്ക് യാതൊരുവിധ സൗകര്യങ്ങളും വേണ്ട. അതുകൊണ്ട് 1 കൊല്ലം നിന്നാൽ പെട്ടെന്ന് മടങ്ങി വരിക എന്ന് പറയുന്ന ഉമ്മയില്ലേ ഉമ്മ? എന്റെ സഹോദരങ്ങളെ, അവരിങ്ങനെ ഗൾഫ് രാജ്യത്ത് പോലും മകൻ കൊടുത്തേക്കുന്ന നോട്ടുകെട്ടിന്റെ കട്ടി കൂടുമ്പോ, മകൻ വസ്തു വാങ്ങുമ്പോ, വീട് വെക്കുമ്പോ, പിന്നെ ഗൾഫുകാരൻ എന്നുള്ള ഒരു ഭാരമുള്ള പേരാണ് പ്രവാസികളുടെ തലയിലേക്ക് വന്ന് വീടുന്നത്. എവിടെ പോയാലും ഗൾഫുകാർ. ഈ ഗൾഫുകാരൻ പോകുമ്പോ അത് മതി, ഇച്ചിരി മതി, 2 കൊല്ലം നിന്നാ മതി, വീടൊന്ന് വെച്ചാ മതി, ഒന്ന് വാർത്തിട്ട് വന്നാ മതി എന്നൊക്കെ പറയും. പക്ഷെ അവിടെ നിന്ന് കിട്ടി വരുമ്പോൾ പിന്നെ ഗൾഫുകാരനായതുകൊണ്ട് നാട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റും. ഇടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പാവപ്പെട്ട ഗൾഫുകാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് പാവപ്പെട്ട ഗൾഫുകാർ എന്ന് പറഞ്ഞാൽ അവന് വെളിയിൽ പോയി പിരിവ് നടത്താൻ കഴിയില്ല. പട്ടിണിയാണെന്ന് പറഞ്ഞ ആരോടും കൈനീട്ടാൻ അവന് സാധ്യമല്ല. ഒരുപാട് ഗൾഫുകാർ, പാവപ്പെട്ടവർ, സാധുക്കൾ ഇടശ്ശേരിയിലുണ്ട്. ഇടശ്ശേരിയിലെന്നല്ല, ഏകദേശമുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. ഈ വെൽഫെയറിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെയുള്ള പ്രവാസികളെ കാര്യമായി സഹായിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. രഹസ്യമായി പരിശുദ്ധ റമദാനിൽ പോലും അവരുടെ വീടിന്റെ അകത്തളത്തിലേക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അരിയും സാധനങ്ങളും ഈർത്തപ്പഴം ഉൾപ്പെടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പല വീടുകളിലേക്കും. അള്ളാഹു ഈ വെൽഫെയറിന്റെ പ്രവർത്തനങ്ങളെ അള്ളാഹു 101% പടച്ചും വിജയിപ്പിക്കുമാറാകട്ടെ, എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഗൾഫുകാരൻ എന്നുള്ള ഒരു പേര് തലയിൽ വീണുപോയാൽ പറ്റുന്ന ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയും? പള്ളി. ഒന്നാമത് പള്ളിയാണ്. ആ പള്ളി വെക്കാൻ വേണ്ടി വരിയിട്ടാൽ നാട്ടിൽ 50,000 രൂപ ശമ്പളമുള്ളവന് 5,000 വരിയിട്ടാൽ ഗൾഫിൽ 10,000 രൂപ ശമ്പളമുള്ളവന് 50,000 രൂപ വരിയിടുന്നത്. കാരണം അവൻ ഗൾഫുകാരൻ. ഇനി ഇതൊന്നുമല്ലാതെ പ്രിയപ്പെട്ട ഭാര്യ പറയും എന്റെ ഇക്ക ഗൾഫിലായതുകൊണ്ട് മോളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു 10,000 രൂപ മാസം ഫീസ് കൊടുക്കുന്ന സ്കൂളാണെങ്കിലേ ഒരു പവർ ഉണ്ടാവും. പുരതാമസമായി കൂടപ്പറപ്പിന്റെ പുരതാമസത്തിന് പോകണം. ചെറിയ 50,000 രൂപ 25,000 രൂപ മാസ വരുമാനമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആ പുരതാമസത്തിന് ഒരു ഒടിഞ്ഞ കസേര കൊണ്ടു കൊടുത്താലും ഇത്താക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ ഗതികെട്ട ഗൾഫുകാരൻ ഒരു 500 രൂപ ഗവർണറിട്ട് കൊടുത്താലോ ആ ഇത്ത അവിടെ നിന്നുകൊണ്ട് പൊട്ടിച്ചു നോക്കിയിട്ട് പുരാവും ആർക്ക് വേണ്ടിയാണ് അവൻ സമ്പാദിക്കുന്നേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവൻ അതിനും പലിശയ്ക്ക് പണമെടുക്കും. തന്റെ ഭാര്യ പറയും നമ്മളെ കുറിച്ച് അവര് പറയുന്നത് വലിയ ഗൾഫുകാരെന്ന, അതുകൊണ്ട് ഒരു കുറവും വരുത്താൻ പാടില്ല. ഉമ്മ പറയും മക്കളെ ആർക്ക് കുറവ് വരുത്തിയാലും അവര് കുറവ് വരുത്താൻ പാടില്ല. അങ്ങനെ പറഞ്ഞു അവന്റെ തല മരവിക്കുമ്പോൾ അവസാനം അവൻ ചിന്തിക്കും എന്ത് ചെയ്താലും പ്രശ്നമില്ല, കാശുണ്ടാക്കും. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അറബിയെ പറ്റിച്ചും വെട്ടിച്ചും പിന്നെ ഹറാമൊക്കെ അവൻ ഹലാലാവുകയാണ്. അങ്ങനെ ഉണ്ടാക്കി നാട്ടിൽ 4 ലക്ഷത്തിന്റെ വീട് വെക്കാൻ തീരുമാനിച്ചവൻ 40 ലക്ഷത്തിന് പലിശയ്ക്ക് പണമെടുത്ത് വീട് വെക്കും. ഒരു അറബി കേരളം കാണാൻ വന്നപ്പോൾ തന്റെ വീട്ടിൽ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വീട് കാണാൻ പോയി. അവിടെ ആ വിദേശ രാജ്യത്ത് അറബിയുടെ വീടിന്റെ ഒരു മൂലയ്ക്ക് ചെറിയൊരു ഷെഡിൽ നേരത്തെ പറഞ്ഞ റൂമിൽ അവൻ കിടക്കുന്നു. യവന്റെ വീട് കണ്ടപ്പോൾ അറബി ഞെട്ടി. അറബിയുടെ ഡബിളുണ്ട് നാട്ടിലെ വീട്. ആ വീട് നോക്കിയിട്ട് അറബി കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് യാ മലിയൂൻ. യാ മലിയൂൻ എന്ന് പറഞ്ഞാൽ മജ്നൂൻ എന്നല്ല, മജ്നൂൻ എന്ന് പറഞ്ഞ ഭ്രാന്തൻ. മലിയൂൻ എന്ന് പറഞ്ഞാൽ എന്നെ പൊളന്നുകൊണ്ട് വന്ന കാലഘട്ടവനെ എല്ലാം നീ കൊണ്ടുവന്നടാ ശൈത്താനെ. ഇത് കണ്ടപ്പോഴാടാ തിരിഞ്ഞതെന്ന് അതിന്റെ അർത്ഥം. ഇങ്ങനെ കൊണ്ടുവന്ന് മുഴുവനും എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ആ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്തെന്ന് സഹാബത്തെ നിങ്ങൾക്കറിയോ? ഉമ്മ കുറ്റപ്പെടുത്തുന്ന, മക്കളെ കുറ്റപ്പെടുത്തുന്ന, ഭാര്യ ശകാരിക്കുന്ന കുടുംബനാഥന്റെ അവസ്ഥയാ. അവനോട് പറയുന്ന നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ലടാ, നിന്നെ കൊണ്ടൊരു ഉപയോഗമില്ലടാ, നീ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരു സുഖമില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയും ഭാര്യയും മക്കളും ശകാരിക്കുമ്പോ ശകാരവാക്കിന് പരിഹാരം കാണാ. അറാബ് സമ്പാദിക്കുന്ന മക്കളുടെ ഒരു കാലഘട്ടം വരുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സറിയുന്ന മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ആ കാലഘട്ടത്തിലല്ലേ എന്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ആ കാലഘട്ടത്തിലല്ലേ
എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്റെ പ്രിയപ്പെട്ട പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, എത്ര കൊല്ലം കൊണ്ട് കഷ്ടപ്പെടുകയാ? കടം തീർന്നിട്ടുണ്ടോ? വിസയ്ക്ക് കൊടുത്ത് 60,000 കടം തീർന്നാൽ പിന്നെ സമാധാനം എന്ന് പറഞ്ഞ് 10 കൊല്ലത്തിന് മുമ്പ് പോയവര് ഇന്ന് 6 ലക്ഷമാണോ 60 ലക്ഷമാണോ നിന്റെ ഭാരമെന്ന് ചിന്തിക്കുക. എവിടെയാണ് പ്രവാസികളെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാ കടം തീർക്കാരാ? ഏത് കാലഘട്ടത്തിലാ കടം തീർക്കാരാ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിക്കുകയാ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ജാബിർ എന്ന് പറയുന്ന പൊന്നുമോനെ വിളിക്കുകയാ. മോനെ, നാളെ ഉഹദ് യുദ്ധമാ. ഉഹദ് യുദ്ധത്തിന് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ മനസ്സിന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? ഏറ്റവും ആരും ഷഹീദാവുക. ഉഹദ് യുദ്ധത്തിന്റെ രണാകടത്തിൽ ആദ്യമായി തെറ്റി വീഴുന്നത് എന്റെ പൊന്നുമോനെ ഞാനായിരിക്കണമടാ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഉപ്പാ, അതിനെന്തേ സംശയമുള്ളത്? എന്റെ പിതാവ് വെക്കോ. നാളെ ഉഹദ് യുദ്ധത്തിന് തിരിതെളിയുമ്പോ ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് പറന്നു വെക്കോ എന്നതെന്റെ പൊന്നുമോ പറയുമ്പോ വാപ്പ പറഞ്ഞ മറുപടി എന്തോ? എന്റെ ഇടശ്ശേരിയിലെ പ്രവാസികളുടെ ഭാര്യമാര്, എന്റെ ഇടശ്ശേരിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, എന്റെ പൊന്നുമോനെ, വാപ്പാക്ക് കടമുണ്ടടാ, ഉപ്പാക്ക് കടബാധ്യതയുണ്ടടാ. ആ കടം തീരാറ് ഒരിക്കലും ഉപ്പാക്ക് ഷഹീദിന്റെ കൂലിയില്ല. ഒരു മനുഷ്യന് കടബാധ്യതയുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായാൽ പോലും അവന് ഷഹീദിന്റെ കൂലി കിട്ടൂല എന്ന് ലോകത്തോട് പഠിപ്പിച്ച നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അണികളായ എന്റെ ഇടശ്ശേരിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരാ, വിദേശ രാജ്യത്ത് കിടന്ന ഭാര്യ നിർബന്ധിക്കുമ്പോ, ഉമ്മ നിർബന്ധിക്കുമ്പോ, മക്കൾ നിർബന്ധിക്കുമ്പോ അവരെ മനസ്സിന്റെ സങ്കടം നാട്ടാൽ പലിശയ്ക്ക് പണമെടുത്തുകൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത തലയിൽ കെട്ടിവെക്കുന്ന ഗൾഫുകാരോ, എത്രയോ ഗൾഫുകാരൻ അപകടത്തിലൂടെ ചരഞ്ഞിരുന്നില്ലേ? എടുത്ത സമയത്ത് കണ്ടുപോയതാ പത്തനാപുരം സ്വദേശിയായ പ്രിയപ്പെട്ട സഹോദരൻ. സുബ്ഹാനല്ലാഹ്, 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ കണ്ടതല്ലേ, നെറ്റിലൂടെ നിങ്ങൾ വായിച്ചതല്ലേ, നിങ്ങൾ അറിഞ്ഞതല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം എന്ന് പറയുന്ന സഹോദരനാണ്. അല്ലാഹുവേ, തന്റെ മക്കൾക്ക് കൊടുക്കാ, തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാ. തലേ ദിവസത്തെ അവസാനത്തെ പർച്ചേസ് കൂടി നടത്തുകയാണ്. എല്ലാം വാങ്ങി ലുലു സെന്ററിന്റെ കിറ്റ് വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ട് റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്തുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട പൊന്നുമോള് ഫോൺ വിളിച്ചു. ഫോൺ കോള് ചെവിയിൽ വെച്ചിരുന്നപ്പോ പുറകെ വന്ന് ഇടിച്ച വാഹനം അറിയാതെ തെറിച്ചുപോലെ ചതഞ്ഞെറിഞ്ഞു പോരാ. 2 മിനിറ്റ് റോഡിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ തെറിച്ചുപോലെ കളിപ്പാട്ടങ്ങൾ ആർക്കു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ വാങ്ങിയത്? നാട്ടിൽ തന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കാ വാങ്ങിക്കൂട്ടി വെച്ചിരുന്ന കുഞ്ഞുടുപ്പുകൾ ആർക്കു വേണ്ടിയാ പ്രിയപ്പെട്ടവൻ വാങ്ങി വെച്ചത്? എന്റെ സഹോദരാ, നിന്റെ 10 ലക്ഷത്തിന്റെ കടമാരാ തീർക്കുന്നത് പോലെ നിന്റെ മക്കളെ കൊണ്ട് പറ്റോ? 10 ലക്ഷമാണോ 20 ലക്ഷമാണോ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവര് ആരാണ് ആ കടം തീർക്കുന്നത്? ആരാണ് ആ കടം തീർക്കുന്നത്? കടമുള്ള മയ്യത്തിനുണ്ടല്ലോ, അല്ലാഹു ഒരാൾക്ക് വേണ്ടിയും ദുആ സ്വീകരിക്കില്ല. കടക്കാരായി മരിച്ചുപോയ അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. കടക്കാരാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്, കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ് എന്നുള്ളൊരു വലിയ പ്രാർത്ഥന. നിങ്ങൾ ആലോചിക്കണം, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് ദിവസം നാട്ടിൽ വന്നു. ഉപ്പയുടെ കാല് തടവി കൊടുത്തു, ഉപ്പാക്ക് കഞ്ഞി കോരി കൊടുത്തു. അതിനുശേഷം ലീവ് തീരുന്നതിനും 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പാണ് എന്റെ ഉപ്പ മരിക്കുന്നത്. അതിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനോട് പറഞ്ഞതാ, മരിച്ചതിന്റെ അന്ന് ഞാൻ വന്ന് ഉപ്പയെ കണ്ട്, ഉപ്പാടെ മയ്യത്ത് കണ്ട് മാറി നിൽക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഞാനിവിടെ ഉണ്ടാവണം എന്നത് എന്റെ ഉപ്പാന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങനെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സമ്പത്തിന്റെ കടത്തേക്കാൾ ഏറ്റവും വലിയൊരു കടബാധ്യതയായി പോകുമായിരുന്നല്ലോ. പിന്നെ അത് വീട്ടാൻ പറ്റുമോ? പിന്നെ ലോകത്തത് വീട്ടാൻ കഴിയില്ല അല്ലേ? തന്റെ ജീവനായി ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വല്യമ്മ മരണപ്പെട്ടപ്പോൾ ചങ്ങരംകുളത്തിന് പരിസരത്തുള്ള ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ 10 ദിവസത്തെ ലീവിന് മാത്രം നാട്ടിൽ വന്നു. വല്യമ്മ മരണപ്പെട്ടു, അടക്കം കഴിഞ്ഞ്, ദിക്ർ കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ് തൃപ്തിയോടുകൂടി പോകാൻ സാധിച്ചു. വിദേശ രാജ്യത്ത് പോകുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്
ചിലപ്പോ ഉമ്മ മരിക്കുമ്പോ നാട്ടിൽ